തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്ക് കടന്ന ബി.ജെ.പി. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമ മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ കൂടുതൽ ആലോചനകളിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഇവിടെയൊക്കെ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നുള്ളയിടത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഊർജ്ജമായിട്ടുണ്ട് പാർട്ടിക്ക്. വളരെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുക എന്നതിലേക്ക് പാർട്ടി പോവുകയാണ്. ദേശീയ നേതൃത്വമൊക്കെ ഈ വിജയത്തെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയുടെ പല തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടു. ദേശീയ നേതൃത്വം ഏറ്റെടുക്കുന്നത്, കേന്ദ്രമന്ത്രിമാരുടെ പോസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളം പിടിക്കുക എന്നുള്ള അജണ്ട, അത് ഏത് തരത്തിലേക്ക് തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആലോചനകളിലേക്ക് കടക്കുക എന്നതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ആലോചനകൾക്ക് കടക്കുക എന്നതാണ് പാർട്ടിയുടെ തീരുമാനം. ഉറപ്പായിട്ടും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. നേടിയിട്ടുള്ള വിജയം അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി ബി.ജെ.പി. കാണുന്നുമുണ്ട്. ബി.ജെ.പി. ഇതിനോടകം തന്നെ ഒരു പ്രത്യേക പട്ടിക അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ, എ ക്ലാസ് ജില്ലകൾ എന്ന തരത്തിലേക്ക് തിരിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് തന്നെ നേമത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നുള്ള വിവരം പുറത്തു വന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ബി.ജെ.പിയുടെ കോർപ്പറേഷനിലെ വിജയം 50 സീറ്റ് എന്നുള്ളത് അവർക്ക് നൽകുന്നത് വലിയൊരു ശക്തിയാണ്. മാത്രമല്ല, അവർ പ്രധാനമായും അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ വെക്കുന്ന വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഈ 4 മണ്ഡലങ്ങളിലും അവർക്ക് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അവർ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളായിരിക്കും. അതിൽ തന്നെ ശാസ്തമംഗലം പോലൊരു വാർഡ് അത് പിടിച്ചെടുക്കാൻ അവർക്ക് സഹായിച്ച ഒരു കേരളത്തിലെ ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള ആർ ശ്രീലേഖ ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിച്ചേക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ അവരുടെ മണ്ഡലം അത് വട്ടിയൂർക്കാവാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഫോർമുലയ്ക്ക് ബി.ജെ.പി. തിരുവനന്തപുരത്ത് അംഗം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം എന്നീ 3 സ്ഥലങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയിട്ടുള്ള മേൽക്കൈ അത് പരമാവധി നിയമസഭയിൽ ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തും. ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നരേന്ദ്രമോദി വരുമ്പോൾ അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളിലെ നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ആ വേദിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അനുജ, അതാണ് ബി.ജെ.പിക്ക് വലിയ ഊർജ്ജം സമ്മാനിച്ചിരിക്കുന്ന വിജയമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉൾപ്പെടെ അവർ നേരത്തെ കടക്കാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് എന്നതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.